ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂട് പുട്ടും പൂവൻ പഴമാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളതാണ് കേട്ടോ. ചായ കുടിക്കും ചെയ്യാം, മക്കളെ നോക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നേരെ സിറ്റൗട്ടിലാണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണെങ്കിൽ പുറത്തുള്ള കാഴ്ചകളും കാണാം, മക്കളെയും നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ടുള്ളത്. നമ്മുടെ ലിയക്കുട്ടി ലുലുമോളൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ നേരത്തെ തന്നെ ചായക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലിച്ചൂസ് മദ്രസയിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ലുലുവിന് 9 മണിക്കാണ് മദ്രസ്. അപ്പോഴേക്കും അവൾ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇപ്പം 2 മാസത്തെ സ്കൂൾ വെക്കേഷൻ അല്ലേ, എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ചെവി കേൾക്കാൻ പറ്റില്ല എന്നുള്ളൂ കേട്ടോ. എപ്പോഴും വഴക്കാണ്. അവർ 3 പേരും ഒരുമിച്ച് കളിക്കും ചെയ്യും, അതുപോലെ നല്ലതുപോലെ തല്ലും കൂടും കേട്ടോ. സ്കൂൾ വെക്കേഷനൊക്കെ വന്നാൽ മിക്ക വീടുകളിലും ഇത് തന്നെ ആയിരിക്കില്ലേ അവസ്ഥ. നമ്മൾ എന്ത് പണിയെടുത്താലും ചിലപ്പോൾ അതുപോലെ കാണില്ല, അതൊക്കെ അവർ കേടുവരുത്തിയിട്ടുണ്ടാവും. അവരെ ഞാൻ വഴക്ക് പറഞ്ഞാലും പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കും കേട്ടോ, നമ്മുടെ കുട്ടിക്കാലം അങ്ങനെ തന്നെയൊക്കെ അല്ലായിരുന്നോ. കുറേ കളിക്കും, കുറേ തിരക്കൂടും, അങ്ങനെയൊക്കെ, അതൊക്കെ ഒരു കാലം. അപ്പോൾ പിന്നെ ഞാൻ കുറേയൊക്കെ ക്ഷമിക്കും കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഇട്ടത്. അധികം ചമ്മലൊന്നുമില്ല, എന്നാലും അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല. അങ്ങനെ ഞാൻ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ നമ്മുടെ ലിച്ചൂസും അടിച്ചു വാരി തരും കേട്ടോ. ഇന്നവൾ മദ്രസയിലേക്ക് പോയതാണ്, വരുമ്പോഴേക്കും നേരം ഒരുപാടാകും. അപ്പോൾ ഞാൻ തന്നെ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. മുറ്റടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് തുണികൾ വെയിലത്തിടാനുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുറ്റത്ത് ഈ കാണുന്ന വെയിൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇതും ഉണ്ടാവില്ല, നല്ല തണലായിരിക്കും. ഇവിടെ ചൂടുകാലത്തും നല്ല സുഖമാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ. ഇവിടെ വന്ന് എല്ലാവരും പറയും നല്ല തണുപ്പാണ്, ചൂടില്ല എന്നൊക്കെ. പിന്നെ ഓടിട്ട വീടും കൂടിയല്ലേ, അത്രയ്ക്ക് വലിയ ചൂട് തോന്നാറില്ല കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ലിച്ചൂസ് മദ്രസിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ മദ്രസിട്ട് വന്നപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലിയക്കുട്ടിനെയും കൊണ്ട് അവൾ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. കുറച്ച് ദൂരം പോകണം, അങ്ങനെ അവർ പാലൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അകങ്ങളൊക്കെ അടിച്ചു വാരി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വൃത്തിയാക്കിയിട്ടും കാര്യമില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലൊന്നും കാണൂല. അവർ കടലാസ് വെട്ടിയിട്ടും ചിത്രം വരച്ചിട്ടും ഒക്കെ ആകെ അലമ്പാക്കിയിടും. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. നല്ല മത്തി ഉണ്ടായിരുന്നു, മത്തി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മത്തി പൊരിക്കണം. ഇത് തലേന്ന് കൊണ്ടുവന്നിട്ടുള്ള മീനാണ് കേട്ടോ. ഞാൻ രാത്രിക്ക് കുറച്ചെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ ചെറിയൊരു മടി, അപ്പോൾ പിന്നെ രാവിലെയാണ് നന്നാക്കി. ഇന്ന് നമുക്ക് ഉച്ചക്ക് നല്ല മത്തി പൊരിച്ചതും മുരിങ്ങാ താളിപ്പുമാണ് കേട്ടോ. താളിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള മുരിങ്ങയില കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ താളിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്